ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മൾ ഉമ്മിയുടെ ഗാർഡനിലുള്ള പ്ലാന്റ്സിൻ്റെ പേരൊക്കെ നോക്കാനാണ് പോണത്. ആൻഡ് ബിക്കോസ് ഉമ്മിയുടെ ഗാർഡനിൽ കുറേ ചെടികളുണ്ട് ആൻഡ് ആ ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല, ഓൾസോ ആമിഷിനും അറിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു ഓക്കെ ആ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് പഠിക്കാം, അതോടൊപ്പം തന്നെ അതിൻ്റെ ഇപ്പോൾ ഒരു വ്ളോഗും എടുക്കാം. സോ ഇറ്റ് വിൽ ബി സോ ഫൺ. സോ ലെറ്റ്സ് ഗോ. സോ നമ്മുടെ കയ്യിലൊരു ഫോണുണ്ട്. ആമിഷ് ഫോൺ കാണിക്ക്. സോ ആ ഫോണിലാണ് നമ്മൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ബിക്കോസ് ഒബ്വിയസ്ലി ഞങ്ങൾക്ക് ചെടികളുടെ പേര് പറഞ്ഞാലൊന്നും മനസ്സിലാവുന്നില്ല. സോ ഗൈസ്, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ പ്ലാന്റ് ആണ്. ഇറ്റ് ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ടല്ലോ ആമി കാണാൻ, പക്ഷെ ഇതിന്റെ പേര് അറിയില്ല. സോ ഇതിന്റെ ഇത് നോക്കാം. പുതിയതൊന്നല്ല, അത് പഴയതാ. അല്ല പഴയതാ. ഓക്കെ ഗൈസ്, ഞാൻ ഈ പ്ലാന്റിന്റെ പേര് നോക്കിയായിരുന്നു. സോ ഇറ്റ് ഈസ് കോലിയസ് സ്ക്യൂട്ടലറോയിഡ്സ്. സോ എനിക്കറിയില്ല ഇതിന്റെ പേരെന്താ ഇങ്ങനെയെന്ന്. ഇതിന് മലയാളത്തിൽ വല്ല മീനിങ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പേരറിഞ്ഞു, ബട്ട് നമുക്ക് ഇതിനൊരു ഷോർട്ട് നെയിം കൊടുക്കാം. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കോലിയസ്. ഇനി അടുത്ത പ്ലാന്റ് നോക്കാം. ഓക്കെ, ആമിഷ് അവിടെ ഉണ്ടായ ചിരട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇതാണ് ഗൈസ്. എന്ത് പ്ലാന്റ് ഇത്? ഗൈസ്, നമ്മൾ ഈ പ്ലാന്റിന്റെ ഫോട്ടോ എടുക്കാൻ പോവാണ്. ആൻഡ് ഈ പ്ലാന്റിന്റെ പേര് ട്രാഡസ്കാൻഡിയ സെബ്രീന. എനിക്ക് തോന്നുന്നു ഇതിന് മലയാളം നെയിംസ് ഉണ്ടെന്ന്. ഐ ആം നോട്ട് ഷുവർ ഇതിന്റെ മലയാളം പേരെന്താന്ന്. ബട്ട് ആമിഷു, ഈ പ്ലാന്റിന്റെ പേരെന്താന്നറിയോ? ട്രാഡസ്കാൻഡിയ സെബ്രീന. അവിടെ ഒരു ചിരട്ട ഇരിക്കുന്നുണ്ട്. ചിരട്ട കാണിച്ചൂടെ? ഞാൻ ഓൾറെഡി ഈ വ്ളോഗ് എടുക്കുന്നത് തന്നെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇടക്കിടക്ക് വരുന്ന പൂച്ചയാണ് ഗൈസ്, ജാക്ക്. ഗൈസ്, സോ നമ്മൾ അടുത്ത പ്ലാന്റിലോട്ട് പോവാണ്. പ്ലാന്റ് അല്ല, അടുത്ത പ്ലാന്റ് നോക്കാൻ പോവാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. ആൻഡ് ദിസ് ഇസ് അലോവേറ ഗൈസ്. സോ ഇത് കൂടുതൽ നമ്മൾ നോക്കി നിന്ന് വെറുതെ സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഗൈസ്, നമ്മൾ അടുത്ത ചെടി നോക്കാൻ പോവാണ്. അവിടെ മരത്തിന്റെ ഒരു മാവുണ്ട്. മരത്തിന്റെ അടി മാവോ? അത് എന്തോ പഴത്തിന്റെ മാവാണ് പറഞ്ഞത്. ഉമ്മി, അവൻ ഉദ്ദേശിച്ചത് വാഴയാണ് ഗൈസ്. പഴത്തിന്റെ മാവല്ലേ? പഴത്തിന്റെ മാവൊന്നുമ്മി, വാഴേനെ. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഈ ബ്ലൂ ഫ്ലവറിലുള്ള ചെടി ഏതാന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ പടർന്നു പിടിക്കുന്ന വള്ളിയില്ലേ, അതുപോലെയാണ്. നമ്മൾ ഇതിന്റെ പേരും കൂടെ കണ്ടുപിടിക്കാൻ പോവാണ്. ഇതിന്റെ പേര് ക്ലിറ്റോറിയ ടെർനാട്ടി ബട്ടർഫ്ലൈ പീ. ഓക്കെ, ഈ ചെടി, ഈ ബ്ലൂ പ്ലാന്റിന്റെ, ഈ ബ്ലൂ ചെടിയുടെ പേര് നമ്മൾ പഠിച്ചു. ആൻഡ് ദാറ്റ് ഈസ് ബട്ടർഫ്ലൈ പീ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലവറാന്ന് തോന്നുന്നു. ആമിഷ് ആ ചെടി പറിച്ചു. വൈ ഡിഡ് യു ഡു ദാറ്റ് ബ്രോ? ഇത് ആക്ച്വലി ടീ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഫ്ലവറാണ് ആമി. ഈ ഫ്ലവർ ആണോ ആമിഷ് പറയുന്നത്? ഈ ഫ്ലവർ നോക്കണോ? ഓക്കെ, നമുക്ക് നോക്കാം. ഗൈസ്, നമ്മളപ്പോ ഈ പ്ലാന്റ് ഏതാ നോക്കാൻ പോവാ. ഫ്ലവർ. സോ ഗൈസ്, നമ്മൾ ഈ ചെടി ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് റോസ് തന്നെയാണ്. ഗാർഡൻ റോസ്, വേറെ ഒന്നുമില്ല. അത് വിരിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അമ്മയെ. അനക്കല്ലേ, അത് വിരിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പൊ അത് വിരിയുമ്പോഴേക്കും അത് ശരിക്കും ഒരു റോസ് പരിവാവും. ചെടിയാ നോക്കണ്ടേ? ഈ പ്ലാന്റ് അല്ലേ? ഓക്കെ, നമുക്ക് ഈ പ്ലാന്റ് നോക്കാം ഗൈസ്. അപ്പൊ നമ്മള് നോക്കാൻ പോവാണ്. ഓക്കെ, സോ ഇറ്റ് സേസ് റെയിൻ ലില്ലി ഓർ ഫെയറി ലില്ലി. ഓക്കെ, ലില്ലി. ആമിഷ്, ഈ ചെടിന്റെ പേര് ലില്ലിന്നാ? ലില്ലിന്നാണ്. ഇത് എന്തോ ശോഷിച്ച മരമാണല്ലോ ആമിഷു. ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? ഓക്കെ, ഇത് നോക്കാം.
ഓക്കെ ഗായ്സ്, ഡെസേർട്ട് റോസ്. ഇതിനകത്ത് പൂ വരുന്നതാണെന്ന് തോന്നണം അമിഷു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പക്ഷെ എന്താ ഇതിന് പറ്റിയേ, മെലിഞ്ഞു പോയി. ഫുഡ് കഴിക്കാത്തുണ്ടാകുന്നു അമിഷു. അല്ല, ഓക്കെ, ഈ ചെടീന്റെ ബാക്കിയാന്ന് തോന്നുന്നു ഈ ചെടി. ഓക്കെ, ഈ ചെടീന്റെ പേരാണ് ഡെസേർട്ട് റോസ്. ഓക്കെ, ഇത് പഠിച്ചില്ലേ ഡെസേർട്ട് റോസ്? ആ, ഇത് കൊള്ളാലേ അമ്മി. ഇത് ഏത് പ്ലാന്റാ? ഇത് ഏത് പ്ലാന്റാ നോക്കാം. ഓക്കെ ഗായ്സ്, ഇത് ഏത് പ്ലാന്റാ നമ്മൾ നോക്കാൻ പോവാണ്. സോ ഇറ്റ് സേസ് സൺസെറ്റ് ബെൽസ്, ക്രൈസോതെമിസ് പുൾച്ചെല. സൺസെറ്റ് ബെൽസ് എന്നാണ് ആമി അതിന്റെ പേര് ഗായ്സ്. അപ്പൊ നമുക്ക് ഇനി വേറെ ചെടി നോക്കാം. ആമിഷ് ഇത് എങ്ങോട്ടേക്കാ പോകുന്നേ? നോ, ഡോണ്ട് ഗോ ദേർ. ആ ചെടി നോക്കാം, നമുക്ക് ഇനി ചെടിച്ചട്ടി നോക്കാം. സോ ഗായ്സ്, നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ചെടിച്ചട്ടിയാണ് ഇനി നോക്കാൻ പോകുന്നത്. ഗായ്സ്, ഞങ്ങളുടെ വീട്ടിലൊരു ഗപ്പി ഉണ്ട്. ആൻഡ് 2 ഗപ്പിയാണ് ആക്ച്വലി ഉണ്ടായിരുന്നത്. ഇപ്പൊ ആക്ച്വലി ഒരു ഗപ്പിനെ കാണുന്നുള്ളൂ. ഗായ്സ്, ഇനി ഈ ചെടീന്റെ പേര് ഉമ്മി പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ദിസ് ഇസ് ബട്ടർഫ്ലൈ, അങ്ങനെ എന്താണ്ടാ പറഞ്ഞേ. ബട്ടർഫ്ലൈ പീ അല്ല, വേറെ ബട്ടർഫ്ലൈ ചെടി. ഓ, ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ അമ്മി. ഈ ചെടീന്റെ പേര് നോക്കാം ഗായ്സ് നമുക്കിനി. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ ഗൂഗിൾ ലെൻസിൽ നോക്കുകയാണ് ഈ ചെടി ഏതാന്ന്. ആൻഡ് ഇറ്റ് സേസ് ക്യാന ലില്ലി, ക്യാന ഇൻഡിക്ക. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ ചെടീൻ്റെ പേര് ക്യാന ലില്ലി എന്നാണ് ഗൈസ്. ഓ, കുറേ ലില്ലിന്ന് പേരുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട് ഉമ്മിയുടെ ചെടിച്ചട്ടികളിൽ. ഹായ്, നല്ല രസമുണ്ട് അമ്മി. ഇത് നോക്കിയേ, തെങ്ങും ഞാനും. ഇങ്ങ് വാ ഗൈസ്. ഇനി അടുത്ത പ്ലാന്റ് ഇതാണ്. ഇത് നല്ല രസമുണ്ട്. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഈ പ്ലാന്റ് ആണ്. ആൻഡ് നമുക്ക് നോക്കാം ഈ പ്ലാന്റ് ഏതാണ്. Okay, and it says Chinese evergreen. Oh, ഇത് ഉമ്മി അവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് നിൽക്കണം. ഇതിന്റെ പേര് ചൈനീസ് എവർഗ്രീൻ. ഓ, ദിസ് ലുക്സ് നൈസ്. ഇതും കൊള്ളാം. ഈ പ്ലാന്റ് എവിടെ നിന്നാണ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ ചെടി ഏതാ നോക്കുക ഗായ്സ്. ഇതിനകത്ത് ഉമ്മി മുട്ടത്തോട് ഇട്ടിട്ടുണ്ട്. ആൻഡ് മുട്ടേന്റെ തോട് ലൈക്ക് അരച്ചിട്ടാന്ന് തോന്നുന്നു ഇട്ടേക്കണം അല്ലേ അമ്മി? അരച്ചിട്ടായിട്ടേക്കുന്നേ. പോത്തോസ്, ഡെവിൾസ് ഐവി ഓർ മണി പ്ലാന്റ്. ഓ, ഇത് മണി പ്ലാന്റ് ആണോ? ഓക്കെ, ഇതായിരുന്നല്ലോ മണി പ്ലാന്റ്. യാ, ഈ ചെടിയല്ലേ? ഈ ചെടി നല്ല ചെടിയാ. നോക്കാട്ടാ ഈ ചെടീൻ്റെ ഇതെന്താന്ന്. ഓക്കെ, സോ ഈ ചെടീൻ്റെ പേര് നോക്കാം ഗൈസ്. ഈ ചെടീൻ്റെ പേര് ജെറേനിയം അരേലിയ. എന്ത്? അത് ആക്ച്വലി ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ പേര് എനിക്കറിയില്ല. നമുക്ക് നോക്കാം അതിന്റെ പേരെന്താന്ന്. ഓക്കെ, ഓക്കെ, അതിന്റെ പേര് ഡ്രക്കേന, ലക്കി ബാംബു. അമ്മി, ഇതിന്റെ പേര് ലക്കി ബാംബു എന്നാ. ഈ ചെടിയോ? ആ ചെടീന്റെ പേര് നമുക്ക് നോക്കാം. നോക്കട്ടെ, വെയിറ്റ്. ഓക്കെ, ഈ ചെടീന്റെ പേര് മോസ് റോസ്. മോസ് റോസ്. ഇത് നമ്മൾ കണ്ടതല്ലേ, ഇത് മണി പ്ലാന്റ് അല്ല, ഇത് മോസ് റോസ്. ഈ പ്ലാന്റ് ആണ് മോസ് റോസ്. അത് മണി പ്ലാന്റ്. അത് നോക്കണോ? എനിക്ക് മടുത്തു. അത് നോക്കാം. ഓക്കെ, സോ ഗായ്സ്, ഇതിന്റെ പേര് കലീഷ്യ ഫ്രാഗ്രൻസ്. ഓക്കെ, വൃത്തിയായിട്ട് പേരാട്ടോ ചെടിച്ചട്ടികൾക്കൊക്കെ. വായിക്കൊള്ളാത്ത പേരിട്ട് വെച്ചേക്ക്. ആരാണോ ഇതിന്റെ ഒക്കെ പേരിട്ടെ? ഓക്കെ, അതിന്റെ പേര് വെയിറ്റ് വരട്ടെ. സ്നേക്ക് പ്ലാന്റ്. ഓ, അത് രണ്ടും സ്നേക്ക് പ്ലാന്റാ.
അപ്പൊ ഇതോ? അതും സ്നേക്ക് പ്ലാന്റ് തന്നെ. ഇതോ? ഇതും കൊള്ളാം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം ഇവിടുന്ന്. ദിസ് ഈസ് നൈസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ദിസ് പ്ലാന്റ്. ഇത് കൊള്ളാം. ഈ അമ്മ ഇങ്ങോട്ട് വന്നേ. അമ്മ ഇത് നോക്ക്. ഈ ഇലയില് പച്ചയില് വെള്ള. ഇത് നോക്ക്, പച്ച ലീഫില് വെള്ള കളറ്. ഓക്കെ, ഇങ്ങനെ ആമി നമ്മളെ വിട്ട് പോയി ഗൈസ്. ആമി എങ്ങോട്ടോ പോയി. ഓക്കെ, സോ നമുക്ക് ഈ ലീഫിന്റെ പേര് കണ്ടുപിടിക്കാം. സോ ഈ ലീഫിന്റെ പേര് ഇതിന്റെ പേര് ഡംപ് കെയിൻ അല്ലെങ്കിൽ ലെപ്പേർഡ് ലില്ലി. ഓക്കെ ലെപ്പേർഡ്. ഓക്കെ, ഇതിനകത്ത് ഈ പ്ലാന്റിൽ വെള്ളം ഇങ്ങനെ വരുന്നോണ്ടായിരിക്കും, പുള്ളി പോലെ. അതുകൊണ്ടായിരിക്കും ലെപ്പേർഡ് ലില്ലി എന്ന് പേരിട്ടേക്കുന്നത്. നൈസ്. സോ ഗൈസ്, നമ്മള് ഒരുവിധം പ്ലാന്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഏത് പ്ലാന്റാ ഉള്ളേ? ഇനി അടുത്ത് ഏതാ ആമയുള്ള പ്ലാന്റ് നോക്കാനായിട്ട്? ഇനി വേറെ ഒന്നും ഇല്ലല്ലോ നോക്കാൻ. നമ്മൾ മിക്കതും നോക്കി കഴിഞ്ഞു. ഈ ഫ്ലവർ മിക്കവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഫ്ലവറാണ്. ഞാൻ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലും ഇതുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഞാനിതിനെ മഞ്ഞപ്പൂ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ പേര് നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മൾ ഇതിൻ്റെ പേര് നോക്കാൻ പോവാണ്. ആൻഡ് ഇതിൻ്റെ പേര് അലമാൻഡ കത്താർട്ടിക്ക. ഓക്കെ, അലമാൻഡ ഫ്ലവർ. ഇതിന്റെ പേരെന്താന്ന് അറിയോ ആമി? എന്താ? ആമിഷ വരെ പഠിച്ചു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. സോ ഗായ്സ്, നമ്മള് 1-2 ചെടിച്ചട്ടിയും കൂടി ഇതിനെ നോക്കാനുള്ളൂ. എനിക്ക് മടുത്തു. ചെടിച്ചട്ടികളുടെ പേര് കേട്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട് ഒരു സ്ഥലത്തിരിക്കുന്ന കാഴ്ചയാണ് ഗൈസ്. ആമിഷ ചെടിച്ചട്ടി നോക്കി മതിയായോ? തളർന്നല്ലേ? ഇനി നിർത്താം. ഒരെണ്ണം കൂടി നോക്കിയിട്ട് നിർത്താം. എന്നാ വാ. സോ ഗൈസ്, ഞങ്ങൾ ഇനി ഒരു ചെടിയും കൂടെ നോക്കുന്നുള്ളൂ. ആൻഡ് ഈ ചെടിയും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നിർത്തുകയാണ്. ഈ പരിപാടി ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ ഫ്ലവർ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ പേരും കൂടി ഒന്ന് നോക്കാം. ട്രാഡസ് സ്കാൻഡിയ ഇഞ്ച് പ്ലാന്റ് വാണ്ടറിംഗ് ജൂ. ഇത്രേ ഉള്ളു പറയാൻ. വെരി ബോറിംഗ്. ഔട്ട്രോ ആയി പോകും. വേറെ എന്തെങ്കിലും പറ. അങ്ങനെ ഗായസ്, നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഞങ്ങള് ഒരു 10 ചെടിച്ചട്ടി നോക്കിയില്ല. ഇനി ഉണ്ട് ഗായസ് കുറെ ചെടിച്ചട്ടി ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഗായസ്, നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ബൈ ബൈ പറ ആമിഷു. ബൈ ബൈ.